നമസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിളക്കന്നൂർ ഇടവകയുടെ ഈ ദേവാലയവും പരിസരവും വഴികളും നിറഞ്ഞു കവിഞ്ഞ് ദൈവജനമൊന്നാകെ പ്രിയപ്പെട്ട തോമസ് അച്ഛന് യാത്രയയപ്പ് നൽകുമ്പോൾ തോമസ് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും, പ്രിയപ്പെട്ട തോമസ് അച്ഛൻ വഴി നമ്മുടെ അതിരൂപതയ്ക്കും ദൈവജനത്തിനും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും കൈവന്ന എല്ലാ നന്മകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ സമയം വിനിയോഗിക്കാം. 1953 പാലാരൂപതയിലെ കൊഴുവനാൽ ആരംഭിച്ച അച്ഛൻ്റെ ജീവിതം ഇന്ന് ഈ വിളക്കന്നൂർ പള്ളിയുടെ പരിശുദ്ധമായ സെമിത്തേരിയിൽ ആ ഭൗതികദേഹം വിശ്രമം കൊള്ളുമ്പോൾ നിത്യതയിലേക്കുള്ള അച്ഛൻ്റെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എല്ലാ വൈദികരോടും വളരെയേറെ ആത്മബന്ധമുണ്ട ഒരു വൈദികനായിരുന്നു പ്രിയപ്പെട്ട തോമസ് അച്ഛൻ. ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ അച്ഛൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അച്ഛൻ്റെ ഹൃദയത്തിൽ ഇടയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് വൈദികർക്ക് മാത്രമല്ല, എല്ലാ ദൈവമക്കൾക്കും അച്ഛൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഈ സമയം വരെയും അനസ്യൂതമായ ജനപ്രവാഹം അച്ഛൻ്റെ മൃത ശരീരത്തിന് ആ അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി വൈദികനായി തീർന്ന വ്യക്തിത്വമാണ്. കിളിയന്തര സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് എന്നോടും അച്ഛൻ വൈദികനായിരിക്കുമ്പോഴും വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും വളരെ സൗഹൃദം സൂക്ഷിച്ചിരുന്നതാണ്. കാരണം ഒരേ സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടും കിളിയന്തര പഠിച്ച അച്ഛന്മാരധികം ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ വളരെ സൗഹൃദം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അനുഗ്രഹമായി ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ വൈദികനായി തീർന്ന ശേഷം അദ്ദേഹം അജപാലന ശുശ്രൂഷ നടത്തിയ നിരവധിയായ മേഖലകൾ ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛൻ ജീവചരിത്രം വായിച്ചപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇരുന്ന എല്ലാ ഇടവകളിലും എല്ലാവർക്കും അനുഗ്രഹമാകുന്ന രീതിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ അടയാളത്തിന് നിമിത്തമായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല തോമസ് അച്ഛൻ നമുക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടവനാകുന്നത്. മറിച്ച് അച്ഛൻ എന്ന വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും എല്ലാമായി തീരാൻ നിർബന്ധ ബുദ്ധിയോടെ തീരുമാനമെടുത്ത, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. തോമസ് അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-3 ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നത്, തോമസ് അച്ഛൻ എല്ലാ കാര്യങ്ങളിലും മുൻപേ പറന്ന ഒരു പക്ഷിയായിരുന്നു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് വളരെ നന്നായി പഠിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ സെമിനാരിയിൽ അദ്ദേഹം എല്ലാ പ്രൊഫസേഴ്സിനും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ആ പഠിക്കുന്ന കാലത്ത് തന്നെയാണ് പഞ്ചഗ്രന്ഥിക്ക് ഒരു ആമുഖം എന്ന പേരിൽ ഒരു പുസ്തകം രചിക്കാനിടയായത്. ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റവച്ചൻ എന്നോട് പറയുകയുണ്ടായി, ഞാൻ ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടറായപ്പോൾ ആ പതിക്കലച്ഛൻ്റെ കൂടെ കൂട്ടിയാൽ മതി, വളരെ സുന്ദരമായി അദ്ദേഹം എഴുതും, അതുപോലെ അദ്ദേഹത്തിന് വിശുദ്ധ ഗ്രന്ഥ കാര്യങ്ങളിലെല്ലാം വലിയ അവഗാഹമുണ്ട് എന്ന് മൈക്കിളച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അപ്രകാരം ഒരു അക്കാദമിക മാനമുണ്ട് എന്നുള്ളത് എനിക്കും അപ്പോഴാണ് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് അച്ഛനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
ഞാൻ ആ മേഖലയെല്ലാം വിട്ടു, ഇപ്പം ആധ്യാത്മിക മാർഗം മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ എന്നോട് പറയുകയുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിന് വിശുദ്ധ ഗ്രന്ഥത്തോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നുവെന്ന് അച്ഛൻ്റെ സംസാരങ്ങളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളോട് കാണിക്കുന്ന പിന്തുണയിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ അതിരൂപതയിൽ ആദ്യമായി കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ച വൈദികൻ പ്രിയപ്പെട്ട തോമസ് അച്ഛനാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ കണ്ടത് തോമസ് അച്ഛൻ്റെ പള്ളിമുറിയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ തോമസ് അച്ഛൻ ഈ എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിരുന്നു. വളരെ വിശാലമായ ചിന്തകളും സ്വപ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇരുന്ന പള്ളികളിൽ അച്ഛൻ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും ചാൻസലർ അച്ഛൻ്റെ ജീവചരിത്രത്തിൽ സൂചനകൾ നൽകിയുണ്ടായി. ശരിക്കും അച്ഛൻ്റെ നിർമ്മാണങ്ങളൊക്കെയും ഒരു ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഹൃദ്യമായ സാക്ഷ്യങ്ങളായിരുന്നു. ആരെയും പിണക്കാതെ എല്ലാവരുടെയും സ്വന്തമായി എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന ശൈലിയാണ് പ്രിയപ്പെട്ട തോമസ് അച്ഛൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് സത്യമാണ്. തോമസ് അച്ഛൻ ഒരു വലിയ ആധ്യാത്മിക മനുഷ്യനായിട്ടൊന്നും വൈദികർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മനസ്സിലായിട്ടുണ്ടാവില്ല. അതൊരു സാധാരണക്കാരനായ വൈദികനായിട്ട് അറിയപ്പെടാനും ജീവിക്കാനുമാണ് എന്നും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തോമസ് അച്ഛൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെയും കണ്ടപ്പോൾ നമ്മൾക്ക് പലപ്പോഴും അത് ഒരു അതിശയമായി തോന്നിയിരുന്നു എന്നതാണ് സത്യം. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലെയുള്ള ഒരു കമ്മീഷൻ അംഗം എന്ന നിലയിൽ തോമസ് അച്ഛനോട് വളരെ ദീർഘ സമയങ്ങൾ പലവട്ടം സംസാരിക്കാൻ എനിക്കിട വന്നിട്ടുണ്ട്. തോമസ് അച്ഛൻ പറഞ്ഞു, ഞാൻ എന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്രകാരമുള്ള അടയാളങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ദൈവവിശ്വാസത്തിൻ്റെ ആഴവും ദൈവ അവബോധവും പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ അച്ഛനോട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ചെറുപ്പകാലം മുതലുള്ള അച്ഛൻ്റെ ദൈവാനുഭവങ്ങൾ, ദൈവാന്വേഷണത്തിൻ്റെ ആഴമേറിയ വിചിന്തനങ്ങൾ ഒക്കെയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി തേടുന്നു എന്ന സങ്കീർത്തനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനമായിരുന്നുവെന്ന് തോമസ് അച്ഛൻ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മനസ്സായിരുന്നു അച്ഛൻ്റേത്. കർത്താവിൻ്റെ ഹൃദയം എന്ത് എന്നറിയാനുള്ള നിതാന്തമായ ഒരു അന്വേഷണം അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തെ തേടി തേടി കണ്ടെത്തിയവൻ്റെ ജീവിത സാഫല്യമാണ് പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ജീവിതത്തെ ഒറ്റവാക്കിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുക. തീർച്ചയായും ദൈവത്തെ അന്വേഷിച്ചു, അദ്ദേഹം തമ്പുരാനെ നേരിൽ കണ്ടു എന്നുള്ളതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യം ദൈവത്തെ നേരിൽ കണ്ട ഹാഗാറിൻ്റെ വചനം അച്ഛൻ ആ സംഭാഷണ മധ്യേ ഉദ്ധരിച്ചു. അതിപ്രകാരമായിരുന്നു, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കാണുന്നു എന്നുള്ള സത്യം. അന്ന് അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായ ചിന്തയൊന്നും ഉണ്ടായില്ല. പക്ഷേ പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞങ്ങൾ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ജക്കാർത്തയിലായിരുന്നു. അവിടെ നിന്ന് തിരികെ വരുന്ന വേളയിൽ അച്ഛനുമായുള്ള സംഭാഷണങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അച്ഛനീ പറഞ്ഞ വചനം എൻ്റെ മനസ്സിൽ അത്ഭുതകരമായി പതിഞ്ഞു. അത് എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കാണുന്നു എന്ന് ആ സഹോദരി പറഞ്ഞത് എത്രയോ സത്യമാണ്. തോമസ് അച്ഛൻ പറയുകയാണ്, പരിശുദ്ധ കുർബാനയിലെ ഈശോ എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി
പതിറ്റാണ്ടുകളായി ഈശോയെ പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എന്നെ കണ്ടു. ആ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാൻ അവിടുന്ന് എനിക്ക് ഭാഗ്യവും അനുഗ്രഹവും തന്നു. എന്നെ കാണുന്ന ദൈവത്തെ ഞാനും കാണാൻ തുടങ്ങി. അതാണ് ആധ്യാത്മികതയുടെ ഔന്നത്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും ദൈവമായ കർത്താവ് വ്യക്തമായി അറിയുന്നു. നമ്മുടെ മനസ്സിലൊരു ചിന്ത വിരിയും മുൻപേ അതറിയുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നില്ലേ? ദൈവം നമ്മളെ കാണുന്നതിനെ കുറിച്ച് നമുക്കാർക്കും ആശങ്കയില്ല. പക്ഷെ ആ ദൈവത്തെ നേരിൽ കാണാൻ, ആ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവാന്വേഷിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമായിട്ട് ഞാനതിനെ മനസ്സിലാക്കുന്നു. തോമസ് അച്ഛൻ ഈ സംഭവങ്ങൾ നടന്നതിനിടയിൽ എന്നോട് നടത്തിയ ഒരു പങ്കുവയ്ക്കല്, അതിൻ്റെ ശരിയും തെറ്റും വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല, എങ്കിലും ഞാൻ ഈ അവസരത്തിൽ അത് ഓർത്തു പോവുകയാണ്. തോമസ് അച്ഛൻ പറഞ്ഞു, ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ അധികകാലം പിന്നെ ജീവിക്കുകയില്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. എൻ്റെയും മരണം അടുത്തു എന്നുള്ളതിൻ്റെ സൂചനയാണോ അത് എന്ന് അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ട്. ഞാൻ അച്ഛനെ ആശ്വസിപ്പിക്കാൻ മോശയുടെ കഥ പറഞ്ഞു. മോശയുടെ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. വചനമൊന്നും ഞാൻ കൃത്യമായി ഉദ്ധരിച്ചില്ലെങ്കിലും മോശയുടെ കഥയിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ദൈവമായ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചു എന്ന് മാത്രമല്ല, തുടർന്ന് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം ഹൃദയം തുറന്ന് മോശയോട് സംസാരിച്ചു. ദൈവത്തെ മുഖാമുഖം കാണുക എന്ന് പറയുന്നത് ദൈവം ഒരു സ്നേഹിതനായി നമ്മളെ കരുതുന്നു, നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ന് തോമസ് അച്ഛൻ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഒരുപക്ഷെ തോമസ് അച്ഛൻ, ഞാൻ പിന്നീട് അതേക്കുറിച്ച് സഭാചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയുണ്ടായി. ശരിക്കും ദൈവീകമായ ദർശനങ്ങൾ കിട്ടിയ ഒട്ടനവധി മനുഷ്യര് അധികം താമസിയാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകുന്നത് നാം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഫാത്തിമയിലെ ജസീന്ത, ഫ്രാൻസിസ്ക മാർട്ടിൻ, ഈ കുഞ്ഞുങ്ങള് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ദർശനം കിട്ടി ഏതാനും നാളുകൾക്കുള്ളിൽ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. ഈശോയെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ലിസ്യുവിലെ കൊച്ചുത്രേസ്യ പുണ്യവതി 24-ാമത്തെ വയസ്സിൽ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു എന്ന് നമുക്ക് അറിയാവുന്നത്. ലൂർദിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദർശനം ലഭിച്ച ബർണദീത്ത പുണ്യവതി 35-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. നാം ഏറെ ഭക്തിയോടെ വായിക്കാറുള്ള ഫൗസ്തീന അമ്മയുടെ ഡയറി കുറിപ്പുകളുണ്ട്. ഈ ദൈവാനുഭവത്തിൻ്റെ വലിയ വെളിപാടുകൾ ലഭിച്ച ഈ അമ്മയും നമുക്കറിയാവുന്നതുപോലെ 35-ാം വയസ്സിലാണ് മരിക്കുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും എന്നതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നു അത് പുതിയ നിയമത്തിൻ്റെ ഭൂമികയിൽ ശമയോൻ എന്ന മഹാത്മാവ് പറഞ്ഞു വയ്ക്കുന്നതാണ്. ദൈവത്തെ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു, കർത്താവെ അങ്ങൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, ഇനി എനിക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് വിടവാങ്ങാൻ അനുവാദം തരണമേ. സത്യത്തിൽ ദൈവത്തെ കണ്ടവന്റെ ജീവിതം സംതൃപ്തി നിറഞ്ഞ ജീവിതമാണ്. പിന്നീട് അവന് ഈ ഭൂമിയിൽ മറ്റൊന്നും നേടാനില്ല, മറ്റൊന്നും സ്വന്തമാക്കാനില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോഴും അച്ഛൻ ഉന്നയിച്ച സംശയങ്ങളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 27-ാം വചനത്തില് ശമയോൻ എന്ന മഹാത്മാവ് മിശിഹായെ കരങ്ങളിലെടുത്ത് പറഞ്ഞു, കർത്താവെ അങ്ങൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു,
ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചാലും തോമസ് അച്ഛൻ്റെയും പ്രാർത്ഥന സത്യത്തിൽ ഈ രോഗാവസ്ഥയിൽ എപ്പോഴും ഇത് തന്നെയായിരുന്നു. ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ കണ്ട കർത്താവിനെ നിത്യവും കണ്ടുകൊണ്ടിരിക്കാൻ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു പോകുമെന്ന്. ഞാൻ ജക്കാർത്തയിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് ആശുപത്രിയിൽ പോയി തോമസ് അച്ഛനെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും തോമസ് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തോ ഒരു ഭാഗ്യമുള്ള വ്യക്തിയാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 4 ലക്ഷത്തിലധികം വൈദികര് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അച്ഛൻ്റെ കരങ്ങളിൽ അർപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യത്തിൽ ഈശോ തൻ്റെ തിരുമുഖം വെളിപ്പെടുത്തി. അതിനേക്കാളും മഹാഭാഗ്യം അച്ഛൻ എന്താണ് ലഭിക്കാനുള്ളത്? ആശുപത്രിയിലെ അച്ഛന്മാരും അതുപോലെ തന്നെ ഡോക്ടർ സിസ്റ്ററും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഈ കാര്യങ്ങളെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും അച്ഛൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള വസ്തുതയാകും. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുന്ന വലിയ സത്യം ദൈവത്തെ കണ്ടവൻ്റെ സംതൃപ്തിയാണത്. പ്രിയപ്പെട്ട തോമസ് അച്ഛനെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാക്കുമ്പോൾ ഭാഗ്യവാനായ ശമയോനെ പോലെയാണ് തോമസ് അച്ഛനും. തൻ്റെ പൗരോഹിത്യ വഴികളുടെ സംതൃപ്തിയോടെയാണ് അച്ഛൻ നിത്യതയിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ള സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി, ആ കണ്ടെത്തിയ ദൈവത്തെ സത്യവിശ്വാസത്തിൻ്റെ മുഴുവനും സാക്ഷിയായി അച്ഛൻ അവതരിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, തിരുസഭയാണ് യഥാർത്ഥ സത്യം പറയേണ്ടത്. അതുവരെയും ഞാൻ കണ്ടതൊന്നും ഞാൻ പോലും വിശ്വസിക്കുന്നില്ല എന്ന് തോമസ് അച്ഛൻ പറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ കണ്ട ആ രൂപം അത് ഈശോയാണോ അല്ലയോ എന്നത് തിരുസഭ പറയട്ടെ എന്നാണ് ഞങ്ങളോട്, കമ്മീഷൻ അംഗങ്ങളോട് അച്ഛൻ പറഞ്ഞത്. അതുവരെയും ഞാനും അത് വിശ്വസിക്കുന്നില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. സഭയുടെ ഒരു മേലധികാരിയോട് അച്ഛനപ്പോൾ വിശ്വാസമില്ലേ, അത് ഞാനല്ല പറയേണ്ടത്, സഭയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ മേലധികാരി പറഞ്ഞു, അച്ഛന് തന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞ് കുറേ വർഷങ്ങൾ ഈ ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള ചിന്തകൾ, പഠനങ്ങൾ നിന്നുപോയതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ തോമസ് അച്ഛനോട് ചോദിച്ചു, അച്ഛനെന്തേ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടല്ല ഇതിൻ്റെ പഠനങ്ങൾ നിന്നു പോകുന്നത്. അപ്പോഴച്ഛൻ പറഞ്ഞു, ഞാൻ അതിൽ വിശ്വാസമില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ലത്, മറിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അതെൻ്റെ വ്യക്തിപരമായ വിഷയമാകരുത്, അത് എൻ്റെ അമ്മയായ തിരുസഭ പറയണം, ഇതാണ് സത്യം, അപ്പോഴത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്രകാരം തോമസ് അച്ഛനോട് അച്ഛൻ അതേക്കുറിച്ച് ചിന്തിച്ചതും മുൻകൂട്ടി അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒരു വിശദാംശം എഴുതാൻ ഞാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം അച്ഛൻ എഴുതി തന്നത് വായിച്ച് എൻ്റെയും കണ്ണുകൾ നിറയാൻ അത്രമാത്രം ഹൃദ്യമായിട്ടാണ് അച്ഛൻ ആ സംഭവത്തെക്കുറിച്ച് വിവരിച്ചത്. അച്ഛൻ്റെ ആ എഴുത്തിനെ പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിങ്കിലേക്ക് അയച്ചപ്പോൾ ആണ് തുടർന്ന് ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയത് എന്ന സത്യവും ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. അത് തിരുസഭയോടുള്ള അച്ഛൻ്റെ അചഞ്ചലമായ വിശ്വാസം, ഞാൻ കണ്ടതും കേട്ടതുമൊക്കെയും സത്യമാണെന്ന് പറയേണ്ടത് തിരുസഭയാണ് എന്ന് പറയുന്ന വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ അങ്ങനെ പറയും. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിള്, അത് ബൈബിളാണ് എന്ന് എൻ്റെ സഭ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ബൈബിളായി സ്വീകരിക്കുക. ഇത് വെറും ഒരു പുസ്തകമാണെന്ന് സഭ പറഞ്ഞാൽ പിറ്റേന്ന് ഞാൻ ഈ പുസ്തകം എടുത്ത് തീയിലിടും എന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. ഇത് വിശ്വാസത്തിൻ്റെ ആഴമെന്നത് തിരുസഭയാകുന്ന അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള ആത്മാർത്ഥതയാണ് എന്ന്
വിശുദ്ധ അഗസ്തീനോസിൽ നിന്ന് നമ്മൾ കേട്ട അതേ ദർശനം തന്നെയാണ് പ്രിയപ്പെട്ട തോമസ് അച്ഛനിൽ നിന്നും ശ്രവിക്കാനിട വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ അചഞ്ചലമായ തിരുസഭാ സ്നേഹം നമ്മുടെയും വിശ്വാസത്തിന് മാർഗദീപമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സത്യമായി കരുതുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് അതിനേക്കാളും വലിയൊരു സത്യം നെഞ്ചോട് ചേർത്ത് പിടിക്കാനില്ല. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായപ്പോൾ താൻ സ്നേഹിച്ചവരെ അവസാനം വരെ സ്നേഹിക്കുവാൻ, തൻ്റെ ജീവനും സ്നേഹവും പകർന്നു നൽകാൻ നമ്മുടെ കർത്താവ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്നും ആ പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതനായിരിക്കുന്നുവെന്ന് നിറകണ്ണുകളോടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥതയോടെ ആ തിരുവോസ്തിയെ നോക്കിയിരുന്നാൽ സത്യം സത്യമായും നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവപുത്രനെ ദർശിക്കാനാവുമെന്ന് തിരുസഭാ മാതാവ് നമ്മളെ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിച്ച സത്യമാണ്. ആ സത്യത്തെയാണ് ഈ വടക്കന്നൂർ പള്ളിയുടെ പരിശുദ്ധമായ ബലിപീഠത്തിൽ വെച്ച് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയത്. ഈ പരിശുദ്ധ കുർബാനയെ ആരെല്ലാം വിശ്വാസത്തോടെ തീവ്രമായ ആഗ്രഹത്തോടെ ദൈവത്തെ കാണണമെന്ന ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടണം എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ, അവൻ്റെ മുമ്പിൽ ഈ പരിശുദ്ധ കുർബാനയിലെ ഈശോ സത്യമായും സന്നിഹിതനായിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസം ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തന്നത് പ്രിയപ്പെട്ട തോമസ് അച്ഛനിലൂടെയാണ് എന്നുള്ളതാണ് അച്ഛനെ മറ്റെല്ലാവരിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത്. യഥാർത്ഥ ദിവ്യകാരുണ്യ അത്ഭുതം ഓരോ വൈദികന്റെയും കരങ്ങളിൽ മിശിഹാ തമ്പുരാൻ തൻ്റെ തിരുശരീര രക്തങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിലാണ്. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ദിവ്യകാരുണ്യ അത്ഭുതം. ആ ദിവ്യകാരുണ്യ അത്ഭുതത്തെ ദൈവം ഇപ്രകാരം അടയാളങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അനേകായിരങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വഴി നടക്കാനുള്ള അവസരമായി മാറുന്നു. ഈ വിളക്കന്നൂർ ഇടവകയിൽ പിന്നീട് നാളിന്നോളം നടന്നുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ദിവ്യകാരുണ്യ ഭക്തിയുടെ സാക്ഷ്യങ്ങളും പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുന്ന, ഈ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മുഖാമുഖം കാണുന്ന, നേർക്കുനേർ കേൾക്കുന്ന അനേകായിരം മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ ഞാൻ പലപ്പോഴും ശ്രവിച്ചിട്ടുണ്ട്. തോമസ് അച്ഛനിലൂടെ ദൈവം ഒരുക്കി വെച്ചത് അച്ഛന് വേണ്ടിയുള്ള ഒരു ദർശനം മാത്രമായിരുന്നില്ല. വരും തലമുറകളെ ദിവ്യകാരുണ്യമെന്ന പരമമായ സത്യത്തിലേക്ക് ചേർത്ത് നിർത്താൻ ദൈവം നൽകിയ വെളിപാടാണ് പ്രിയപ്പെട്ട തോമസ് അച്ഛനിലൂടെ ദൈവം തന്നത് എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ട തോമസ് അച്ഛൻ്റെ ജീവിതത്തിന് സ്വർഗം കൊടുത്ത അംഗീകാരവും സാക്ഷ്യവുമായി ആ അച്ഛൻ്റെ ദൈവാന്വേഷണത്തിനും ജീവിതത്തിൽ അച്ഛൻ പുലർത്തിയ ആധ്യാത്മികതയ്ക്കും ഈ സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില ചിന്തകളും ചോദ്യങ്ങളും അത് തികച്ചും വ്യക്തിപരമാകയാൽ ഞാനതേക്കുറിച്ച് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈശോയുടെ സഹിക്കുന്ന മുഖം എന്തുകൊണ്ട് കണ്ടു എന്നതിന് അച്ഛൻ പറയുന്ന ഉത്തരമാണ്. നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ നമ്മുടെ കർത്താവിൻ്റെയും സങ്കടങ്ങളായി മാറും. നമ്മുടെ വേദനകൾ ദിവ്യകാരുണ്യ ഈശോയുടെ വേദനയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അച്ഛൻ പറഞ്ഞതൊരു വലിയ സത്യമാണ്. പരിശുദ്ധ കുർബാനയിൽ അനുദിനം നാം പങ്കെടുക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാന എന്നത് ഗോതമ്പ് കൊണ്ടുള്ളൊരു അപ്പമല്ല, സത്യത്തിന്റെ സത്യമായ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ
പുത്രൻ തമ്പുരാൻ സത്യമായും വ്യക്തിപരമായും സന്നിഹിതനായിരിക്കുന്നത് നിന്റെ സങ്കടത്തിന് ഉത്തരം തരാനാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനാണ്. നീ എന്ന വ്യക്തിയോടുള്ള അവിടുത്തെ അചഞ്ചലമായ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരമായി എൻ്റെ കർത്താവിൻ്റെ സങ്കടപ്പെട്ട സഹിക്കുന്ന മുഖം കാണാൻ എനിക്കിടവന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കി ഈ സത്യം ഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തോമസ് അച്ഛന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവും യാത്രയയപ്പും എന്നത് പരിശുദ്ധ കുർബാനയെ കൂടുതൽ സ്നേഹിക്കാൻ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ, പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടെത്തി വിശ്വസിക്കാൻ നമുക്ക് തീരുമാനമെടുത്തുകൊണ്ടാണ്. സാധിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ നാം തീരുമാനമെടുക്കുമ്പോൾ നാം തോമസ് അച്ഛന് യഥാർത്ഥത്തിൽ അച്ഛൻ ആഗ്രഹിക്കുന്ന യാത്രയയപ്പ് നൽകുകയാണ് എന്ന സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. തോമസ് അച്ഛൻ്റെ അവസാന നാളുകളിൽ അച്ഛനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് ശൈലമ്മ ചേച്ചിയും ആൻഡോ ചേട്ടനും അവരുടെ കുടുംബമാണ് എന്നുള്ളത് തലശ്ശേരി അതിരൂപത നന്ദിയോടെ ഓർക്കുന്നു. പലപ്പോഴും ആ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെയും ഞാൻ അച്ഛനോട് പറയാറുണ്ട്, നമുക്ക് പ്രീസ്റ്റ് ഹോമിലേക്ക് പോയാലും അച്ഛൻ പറയാറുണ്ട്, അവർ നൽകുന്നിടത്തോളം കരുതലും സ്നേഹവും മറ്റാർക്കും നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ തന്നെ താമസിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ശൈലമ്മ ചേച്ചിയെയും ആൻഡോ ചേട്ടനെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗം ആയിരുന്നുകൊണ്ട് തോമസ് അച്ഛനെ ശുശ്രൂഷിച്ചത് മാത്രമല്ല, തോമസ് അച്ഛൻ എന്ന വ്യക്തിയെ ആഴത്തിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു. ഒരു വിശുദ്ധനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങൾ പ്രിയപ്പെട്ട അച്ഛനെ ഏറെ ആത്മാർത്ഥതയോടെ പരിചരിച്ചതിന് ഈ അതിരൂപത നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അച്ഛൻ്റെ സഹോദരങ്ങളിൽ ഇപ്പോഴിവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, നിത്യതയിലായിരിക്കുന്നവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയും പതിക്കൽ കുടുംബാംഗങ്ങളും ആ കുടുംബത്തോട് ബന്ധപ്പെട്ട മറ്റെല്ലാ ബന്ധുക്കളും സ്വന്തക്കാരുമായ കുടുംബാംഗങ്ങളോടും തലശ്ശേരി അതിരൂപതയ്ക്കുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ തോമസ് അച്ഛൻ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പുണ്യവുമായി മാറി എന്നുള്ളതിന് നിങ്ങളോട് ചേർന്ന് ഞങ്ങളും ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ